മേയർ പറയും ഒരു കുഴിയ അതിൽ വീണിട്ട് മരിക്കുന്നവരണ്ടാ മരിക്കട്ടെ. അവർക്കല്ലല്ലോ പോണത്, ഈ മരിച്ച കുടുംബത്തിനല്ലേ പോയത്. എന്നിട്ട് പോലീസുകാർ ഒത്താശയായിട്ട് വന്നേക്കുക. കോൺഗ്രസും രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വലിയ പ്രതിഷേധമാണ് കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് കോൺഗ്രസ് കൗൺസിലറായ ലാലി ജെയിംസിനെയാണ്. നിരവധി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ ഇവർക്ക് മന്ത്രിക്ക് വഴി വേണം, അവിടെ ഗവർണർക്ക് വഴി പോണം. 22 വയസ്സുകാരൻ മരിച്ചിട്ടും ഇവര് യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരെയല്ല ഇവർ കാണുന്നത്. സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്ത പിണറായിയുടെ പോലീസ്, ആ നയം ഇവിടെ ശരിയാവില്ല. ഈ കുഴികൾ അടയ്ക്കാൻ എത്ര തവണ ഞങ്ങൾ കൗൺസിലിൽ പറഞ്ഞവരാ, നിരവധി തവണ കൗൺസിലിൽ പറഞ്ഞു. ഇവർക്കൊക്കെ ലാഘവത്തോടെ കാണുക. ഇവര് പോയിരിക്കുക, ടൂറ് പോയിരിക്കുക. ഇവർക്ക് എന്നും ടൂറാ. കുഴികളുടെ കാര്യം പറഞ്ഞ മേയർ പറയും ഒരു കുഴിയ അതിൽ വീണിട്ട് മരിക്കുന്നവരണ്ടാ മരിക്കട്ടെ. അവർക്കല്ലല്ലോ പോണത്, ഈ മരിച്ച കുടുംബത്തിനല്ലേ പോയത്. എന്നിട്ട് പോലീസുകാർ ഒത്താശയായിട്ട് വന്നേക്കുക. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലുന്നത്. അങ്ങനെ ഈ ജീവൻ പറഞ്ഞിട്ട് സമരം ചെയ്തിട്ട് തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അവർ തൂക്കിക്കൊല്ലട്ടെ, ആ ശിക്ഷ ഞങ്ങൾ മേടിച്ചോളാം. എന്നാലും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പോരാടും. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. എവിടെ പോയി മേയറെ? മറുപടി പറയൂ ഭരണക്കാരെ. നിരവധി തവണ കൗൺസിൽ പറഞ്ഞിട്ടും നിങ്ങൾ എന്താ കാണാഞ്ഞേ? നിരവധി തവണ പറഞ്ഞില്ലേ? അപകടം മുന്നിൽ കണ്ടിട്ടും സൂചന ഞങ്ങൾ നൽകിയിട്ടും എന്തേ നിങ്ങൾ ചെയ്തില്ല? ഇവിടെ ജീവൻ പറയാ. ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ മക്കളാണ്. അതുപോലുള്ള കുടുംബത്തിലെ അമ്മമാർക്ക് നഷ്ടം. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ സമരം ചെയ്യുന്ന ചെയ്യും. ഇവര് ഞങ്ങളെ തൂക്കിക്കൊല്ലും. കേസ് സ്ട്രോങ് ആണെന്നൊക്കെ ACP ചെവിയിൽ പറയണേ. ACP പറഞ്ഞ കേസ് സ്ട്രോങ് ആണ്. ആ 22 വയസ്സുകാരനെ കൊന്ന കുറ്റത്തിന് കേസെടുക്കാൻ ഇവന്മാർക്ക് പറ്റുമോ? ഈ കാക്കികൾക്ക് പറ്റുമോ? അതിന് ധൈര്യം ഉണ്ടോ അവർക്ക്? യഥാർത്ഥ കുറ്റക്കാരെ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും സെക്രട്ടറി അല്ലേ, അവരോട് ചോദിക്കാൻ ഇവർക്ക് ധൈര്യമില്ലേ? വളരെ വളരെ വൈകാരികമായാണ് അവർ പ്രതികരിക്കുന്നത്. ഈ